പ്രൈസ് ദി ലോർഡ്. എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എൻ്റെ വചനം അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. യെശയ്യാവ് 55 അധ്യായം 11 വാക്യം. ദൈവത്തിൻ്റെ വചനം ജീവനും ശക്തിയുമുള്ളതാണ്. അതൊരിക്കലും പ്രയോജനമില്ലാത്തതായി തീരാൻ ദൈവം അനുവദിക്കുകയില്ല. അത് വിശ്വസിക്കുന്നവരുടെ മേൽ നിവർത്തിക്കുകയും ചെയ്യും. മത്തായിയുടെ സുവിശേഷം 8 അധ്യായത്തിൽ 5 മുതലുള്ള വാക്യങ്ങളിൽ കഫർന്നഹൂമിലെ ശതാധിപൻ യേശുവിനോട്, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാലിക്കാരന് സൗഖ്യം വരും എന്ന് പറഞ്ഞു. യേശു അവനെ വചനമയച്ച് സൗഖ്യമാക്കി. സങ്കീർത്തനങ്ങൾ 107:19 ഇസ്രായേൽ ജനം തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. നാം ഏത് സാഹചര്യത്തിലൂടെയാണോ കടന്നു പോകുന്നത്, ആ സാഹചര്യത്തിന് പറ്റിയ വചനങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. അത് നാം കണ്ടെത്തി ആ വചനം ഉള്ളിൽ വിശ്വസിച്ചുകൊണ്ട് കൂടുതൽ ആവർത്തി അത് പറഞ്ഞ് ഏറ്റു പറയുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ വിശ്വാസമായി പരിണമിക്കുകയും ഒട്ടും സംശയിക്കാതെ പരിപൂർണ വിശ്വാസത്തോടെ വചനം വെച്ച് ആവർത്തിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ദൈവം ആ വചനത്തെ ഓർത്ത് നമുക്ക് ചെയ്തു തരികയും ചെയ്യും.